അർജുനൻ ഭഗവാനോട് ചോദിച്ചു, അല്ലയോ ഋഷികേശ, സന്യാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തത്വമെന്ത് എന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ഭഗവാൻ അതിനിപ്രകാരം മറുപടി പറഞ്ഞു, കാമ്യമായ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് സന്യാസമെന്ന് ക്രാന്തദർശികൾ അനുശാസിക്കുന്നു. എല്ലാ കർമ്മങ്ങളുടെയും ഫലം ത്യജിക്കുന്നതാണ് ത്യാഗമെന്ന് വിജ്ഞന്മാർ ഗണിക്കുന്നു. യജ്ഞം, ദാനം, തപസ് എന്നിവ മനുഷ്യനെ പവിത്രീകരിക്കുന്നതിനാൽ അവ ആവശ്യം അനുഷ്ഠിക്കേണ്ടതാണ്. ഈ കർമ്മങ്ങൾ പോലും അനാസക്തമായി ചെയ്യണം. സാത്വികം, രാജസം, താമസമെന്ന് യജ്ഞവും ദാനവും തപസ്സും ത്യാഗവും 3 വിധമാണ്. കർമ്മത്തിന് ഇഷ്ടം, അനിഷ്ടം, മിശ്രം എന്ന് 3 തരമാണ് ഫലങ്ങൾ. എന്നാൽ ത്യാഗികൾക്കാകട്ടെ ഇഹത്തിലും പരത്തിലും ഫലാനുഭവം ഇല്ല. അധിഷ്ഠാനം, കർത്താവ്, ഇന്ദ്രിയം, ഇന്ദ്രിയ വ്യാപാരം, പ്രകൃതിശക്തി ഇവ കർമ്മത്തിൻ്റെ 5 കാരണങ്ങളാണ്. കർമ്മത്തിൻ്റെ കാരണം ആത്മാവാണെന്ന് ധരിക്കരുത്. അത് അജ്ഞതയാണ്. കർത്തൃത്വബോധവും ഫലാസക്തിയും ഇല്ലാത്തവൻ ഈ ലോകത്തെ നശിപ്പിച്ചാലും അവൻ സംഹർത്താവ് ആകുന്നില്ല. അതിൻ്റെ ഫലം അവനെ ബന്ധിക്കുന്നുമില്ല. കർമ്മത്തിന് 3 വിധത്തിലുള്ള പ്രേരണകളുണ്ട്: കർത്താവ്, ഇന്ദ്രിയം, കർമ്മം. ജ്ഞാനവും കർമ്മവും കർത്താവും ഗുണഭേദ നിമിത്തം 3ആയി പിരിയുന്നു. സൃഷ്ടികളിൽ അവിഭാജ്യമായി വർത്തിക്കുന്ന ആത്മസത്തയെ സാക്ഷാത്കരിക്കുന്ന അറിവാണ് സാത്വികം. സർവസൃഷ്ടികളും പ്രത്യേകമാണ് എന്ന് കാണുന്ന അറിവ് രാജസമാണ്. ഒറ്റ കാര്യത്തിൽ പൂർണ്ണത ദർശിക്കുന്ന അയുക്തികവും അയഥാർത്ഥവുമായ ജ്ഞാനം താമസമാണ്. കർമ്മവും ഇങ്ങനെ 3 വിധം. കർത്താവിനുമുണ്ട് ഈ 3 വൈവിധ്യം. ബുദ്ധിക്കും ധൃതിക്കും സുഖത്തിനുമുണ്ട് ഇത്തരം 3 പിരിവുകൾ. പ്രകൃതിജമായ ഗുണങ്ങളിൽ നിന്ന് വിമുക്തമായ വസ്തു ഒരു ലോകത്തിലും ഇല്ല. ദേവന്മാരും ത്രിഗുണങ്ങൾക്ക് അധീനരാണ്. ഈ ഗുണങ്ങളെ ആസ്വദിച്ചാണ് മനുഷ്യകുലത്തിലും ഭൂതസഞ്ചയത്തിലും ചാതുർവർണ്ണ്യമെന്ന വേർതിരിവ് സംഭവിച്ചത്. ശമദമനങ്ങൾ, തപസ്, മനഃശുദ്ധി, ദേഹശുദ്ധി, ക്ഷമ, ആർജവം, ജ്ഞാനവിജ്ഞാനങ്ങൾ, ആസ്തിക്യം ഇവ ബ്രാഹ്മണ സ്വഭാവമാകുന്നു. ശൂരത, വീര്യം, ധൈര്യം, സാമർഥ്യം, യുദ്ധ ഔത്സുക്യം, ദാനം, യജമാനത്വം ഇവ ക്ഷത്രിയ സ്വഭാവമാണ്.